അമേരിക്കൻ സേന ഉക്രൈനിൽ ഇറങ്ങുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. നിരന്തരം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് സൈന്യത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് പിന്നീട് ഒരു യുദ്ധം, ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അഥവാ അമേരിക്കയുടെ സൈന്യവും അതോടൊപ്പം തന്നെ റഷ്യൻ സൈന്യവും നേർക്കുനേരെ ഉക്രൈൻ്റെ ഭൂമിയിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ആകുന്ന സമയത്ത് അത് വെറും ഒരു ഉക്രൈൻ റഷ്യൻ യുദ്ധമായിട്ട് അവസാനിക്കുകയില്ല, അത് വ്യാപകവും മാരകവുമായിരിക്കുന്ന യുദ്ധമായിട്ട് പരിണമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ കിവി എന്ന് പറയുന്ന തലസ്ഥാന നഗരിയുടെ ഏകദേശം 15% ഭൂപ്രദേശം പോലും ഈ റഷ്യ പിടിച്ചടക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുമ്പോൾ വല്ലാതൊന്നും വൈകാതെ തലസ്ഥാന നഗരി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും പിന്നീട് വ്ളാഡിമിർ സെലൻസ്കിക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നുകിൽ അവർ രാജ്യം വിട്ടു പോകണം, സിറിയയുടെ പ്രസിഡന്റ് പോയ പോലെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ വീണ് കഴിഞ്ഞാലുള്ള പ്രയാസം എന്ന് പറയുന്നത് അത് അമേരിക്കയെ സാരമായിട്ട് ബാധിക്കും, അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ആ ഒരു നിലപാടിനോട് അമേരിക്കയ്ക്ക് യോജിപ്പില്ല. ഉക്രൈൻ നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ലോകാടിസ്ഥാനത്തിൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അഭിമാനം ഉണ്ടാവുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു. പക്ഷേ അതിൻ്റെ മറ്റൊരു മറുവശമുണ്ട്. ആ മറുവശം അമേരിക്കയുടെ പ്രതിപക്ഷം വരെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധത്തിൽ 5000-ഓളം സൈനികരെ അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 4500 അവർ സ്ഥിരീകരിച്ചു, പിന്നീട് 5000 പറഞ്ഞു. എന്നാൽ ഇത് അമേരിക്ക പറഞ്ഞ കണക്കാണ്. അതിനേക്കാൾ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അന്നത്തെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് അറബ് പത്രങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യമായ രീതി ഓരോരോ സൈനികർ മരണപ്പെടുന്ന സമയത്തും അതിൻ്റേതായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടുകൊണ്ടേയിരുന്നു. 10 പേരാണെങ്കിൽ അങ്ങനെ, 2 പേരാണെങ്കിൽ അങ്ങനെ. ഒരു സ്ഫോടനത്തിൽ തന്നെ 110-ഓളം ഒരു ബസ്സിൽ നടത്തിയിരിക്കുന്ന ഒരു ചാവേർ ആക്രമണത്തിൽ 110-ഓളം അമേരിക്കൻ സൈനികർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഈ സൈനികരെ മറ്റൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന സൈനിക ബസ്സിൻ്റെ അകത്താണ് ഈ പറയപ്പെട്ട ചാവേർ പൊട്ടിത്തെറിച്ചത്. അങ്ങനെ രാജ്യത്ത് നടുക്കിയിരിക്കുന്ന ഒരു ദുരന്തമാണെന്നും തങ്ങൾക്ക് ഇന്നത്തെ ദിവസം മറക്കാൻ കഴിയില്ലെന്നും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഈ ജോർജ് ബുഷ് പറയപ്പെട്ട വിവരം വൈകാരികമായി അദ്ദേഹം സംസാരിച്ചൊക്കെ അന്ന് പുറത്തു വന്നതാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഏകദേശം 5000 സൈനികർ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ഈ ഒരു പ്രസ്താവന പ്രസിഡന്റിൻ്റെ ഭാഗത്ത് വന്നിരുന്നു. ഇത്തരമൊരു ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും മറ്റേത് രാജ്യത്തുണ്ടാവുകയാണെങ്കിലും തങ്ങൾ ഒരിക്കലും തങ്ങളുടെ സൈനികരെ ആ പ്രദേശത്തേക്ക് അയക്കില്ല. പകരം അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വിമതപക്ഷത്തെയോ അല്ലെങ്കിൽ പുതിയൊരു സംവിധാനത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അതായത് അവിടുത്തുകാരെ തന്നെ. അപ്പോൾ ഒന്നുകിൽ വിമതപക്ഷത്തെ ആയിട്ട് സൃഷ്ടിക്കും, അതല്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന കലാപങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാനുള്ള സംവിധാന കാര്യങ്ങൾ മറ്റെല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെ അവർ ചെയ്യും എന്നുള്ള സൂചന അന്ന് നൽകിയിരുന്നു. 32,000 പേർക്ക് അന്ന് പരിക്കേറ്റിട്ടുണ്ട്. ആ സൈനികരുടെ സ്ഥിതി കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഭയാശങ്ക ഉളവാക്കുന്ന എന്നാണ്. ന്യൂയോർക്കിലും അമേരിക്കയുടെ മറ്റ് അന്താരാഷ്ട്ര ടെർമിനലിലെല്ലാം വിമാനം ഇറങ്ങുന്ന സമയത്ത്, ആ യുദ്ധസമയത്ത്, ഇറാഖിൻ്റെ യുദ്ധസമയത്ത് വിമാനം ഇറങ്ങുന്ന സമയത്ത് കൂട്ടക്കരച്ചികൾ ഉണ്ടാകുമായിരുന്നു എന്നാണ്. എയർപോർട്ടിന് ചുറ്റുഭാഗത്ത് കൂടിയിരിക്കുന്ന അമേരിക്കൻ പൗരന്മാർ കൂട്ടത്തോടു കൂടി ലാൻഡ് ചെയ്യുന്ന വിമാനത്തിലേക്ക് ഇടിച്ചു കയറുന്നത് സ്വാഭാവികമായിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ അതിലെന്താണെങ്കിലും 10-ലധികം അമേരിക്കയുടെ സൈനികരുടെ മൃതദേഹം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് തങ്ങളുടെ ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളോ ഉണ്ടോ എന്ന് തിരയുന്ന ഒരു വല്ലാത്ത സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ പറയുന്നത് ഇറാഖിൻ്റെ യുദ്ധം തുടങ്ങിയത് 2003 മാർച്ച് മാസം 20-ാം തീയതിയാണ്. സദ്ദാം പിടിയിലായത് ഈ 2003 12-ാം മാസം, അതായത് ഡിസംബർ മാസം 10-ാം തീയതിയാണ്. തൂക്കിലേറ്റത് 2006 12-ാം തീയതി, 30/12/2006, ഡിസംബർ മാസം 30-ാം തീയതി 2006. ഈ സൈനിക പിന്മാറ്റം അവിടെ നടന്നത് 2011-ലാണ്. ഈ കാലയളവിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി അമേരിക്കയിൽ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. സന്തോഷിക്കാനും വിജയിക്കാനും മുന്നേറാനും വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനികർ ഇതിനിടയിൽ സാധിച്ച ഒരു ദിവസത്തിൻ്റെ പേര് പറയണമെന്നുള്ളതാണ്. മാത്രവുമല്ല, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റാൻ വേണ്ടി വിധി പറഞ്ഞ മജിസ്ട്രേറ്റിനെ പിന്നെ കാണാനില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നും കൊന്നതാണ് എന്നുള്ള അഭിപ്രായം അങ്ങനെ വന്നു. ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വലിയ വിമർശനം അന്ന് ജോർജ് ബുഷ് നേരിടുകയും ചെയ്ത ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത്തരൊരു സംഭവം ഉണ്ടാവുകയാണ്. ഇനി ഒരിക്കലും തങ്ങളുടെ സൈനികരെ അയക്കരുത് എന്ന് പറയുകയും
പിന്നെ ഈ ലിബിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടായ സമയത്ത് അമേരിക്ക സൈനികരെ അയക്കാതിരിക്കുകയും ചെയ്തു. അവിടുത്തെ ആഭ്യന്തരമായിരിക്കുന്ന ഈ വിമത പക്ഷത്തിന് ആയുധ സഹായങ്ങൾ നൽകിയിട്ടാണ് അവിടെ ട്രിപ്പോളിയിൽ വെച്ചിട്ട് ഭരണാധികാരിയായ കേണൽ ഗദ്ദാഫിനെ പിടികൂടുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതോടുകൂടി ഒരു പാഠം അവർ പഠിച്ചു, നേരിട്ട് അയക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക സൈനികരെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് വലിയ വിമർശനം നേരിടുന്നു. കാര്യം സമാനമായിരിക്കുന്ന സ്ഥിതി ഈ ഇറാഖിൽ എന്താണോ അനുഭവിച്ചത് അത് അനുഭവം തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സദാം ഹുസൈനും ഭരണ സംവിധാനം ഒറ്റക്ക് മാത്രമായിരുന്നു. ഇവിടെ റഷ്യ എന്ന് പറയുന്ന വലിയൊരു ഭരണ സംവിധാനമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യവും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും മാത്രമല്ല, ഈ മിസൈൽ നിർമ്മിതമായ കാര്യത്തിലൊക്കെ വലിയ ടെക്നോളജിയുള്ള ഇറാനും അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനത്ത് വലിയ സംവിധാനങ്ങളുള്ള ചൈനയും ഒക്കെ റഷ്യയുടെ കൂടെയുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു ബോധ്യം അമേരിക്കക്കുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുക എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ അമേരിക്ക അഭിപ്രായ ഭിന്നതയിലാണ് എന്നും കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.